ഇന്നൊരു 2 ഇനം മീൻ മേടിച്ചേ. 8 നോയമ്പായിരുന്നതുകൊണ്ട് മീനിനെല്ലാം ഇത്ര നാൾ റെസ്റ്റ് കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങളുടെ കലാപരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഡെയിലി ഞങ്ങൾക്കിനി രാവിലെ മീൻ വരും, മീൻ വാങ്ങിക്കും, മീൻ വെട്ടും, മീൻ പീര വയ്ക്കും, വറക്കും, കറി വയ്ക്കും. ഓരോ ദിവസം ഇത് തന്നെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഇന്ന് ഞങ്ങൾ വറ്റക്കുഞ്ഞും മറ്റേ കുട്ടമീനുമാണ് മേടിച്ചേക്കുന്നത്. ഈ കുട്ടൻ എന്ന് പറയുന്ന മീനുണ്ടല്ലോ, വെറും പന്നിയാണ് കേട്ടോ. ഇനിയേലും ആർക്കും അബദ്ധം പറ്റരുത്, ഞങ്ങൾ അറിയത്തില്ലാതെ വാങ്ങിച്ചു പോയതാണ്. കുട്ടമീനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്ത് ഈ ഉണക്കക്കുട്ടനൊക്കെ വറുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അങ്ങനെയാണെന്ന് വിചാരിച്ച് മണ്ടത്തരം പറ്റിയതാണ്. ഇതുപോലെ ഒരു മീൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ഉറങ്ങി വീഴുകയായിരുന്നു. കയ്യിൽ നിന്നിങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ വെട്ടി 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 കയ്യിൽ നിന്ന് ഉറങ്ങി വഴുതി അങ്ങ് മീൻ വെള്ളത്തിലോട്ട് തന്നെ പോകുമായിരുന്നു. കാരണം ഉറങ്ങുമായിരുന്നു, മീൻ വെട്ടല്ല, ഉറങ്ങുമായിരുന്നു. അപ്പം എന്നാ പറയുന്നത്, നമ്മുടെ ഇതുപോലത്തെ ഒരു പന്ന മീൻ ഇനി ആരും വാങ്ങിക്കല്ലേ. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാൻ കഴിക്കാം, എന്നാൽ ഇതുപോലൊരു അബദ്ധം പറ്റരുത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരും 100 വിരുന്നുകാർ. അപ്പോൾ അവരെയും മാനേജ് ചെയ്യണം. ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ രാവിലത്തെ തിരക്കും നമുക്ക് പൊതി കൊടുക്കണം, എല്ലാം കൂടെ ആയപ്പോൾ തന്നെ നല്ല അടിപൊളി. ഓരോ ദിവസവും നമുക്ക് എന്നാ പറയുന്നത് 100 കാര്യങ്ങളാണ്. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ഉച്ചക്കത്തെ ചോറ് നേരത്തെ വേണമെന്ന് പറഞ്ഞു. അപ്പം തോരനും കറിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. ഉള്ളിപ്പൂ തോരന്, പച്ചമോര്, പിന്നെ എന്നായിരുന്നു പയറ് മെഴുക്കുവരട്ടി, പിന്നെ ഇനി ഈ മീനും കൂടെ വറക്കാമെന്ന് ഓർത്തു. അങ്ങനെ ആ വെട്ടി വെച്ച ഒരു 5-6 എണ്ണം പെട്ടെന്ന് അതിനുള്ള മസാലയൊക്കെ സെറ്റാക്കി ശകലം നാരങ്ങാനീരൊക്കെ തേച്ച്, നല്ല ടേസ്റ്റാണ്. നാരങ്ങാനീര് തേച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചിട്ടൊക്കെ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ അരപ്പിൻ്റെ കൂടെ ചെറിയ പുളിയൊക്കെ വരും, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്ത് നോക്കണേ. അങ്ങനെല്ലാം പുരട്ടിയെല്ലാം വെച്ച് അന്നേരം തന്നെ പെട്ടെന്ന് ഇത് പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതും വറുത്തെടുക്കുവാണ്. കാരണം 11:15 ആയതേ ഉള്ളൂ. അന്നേരപ്പത്തേനൊന്നും സെറ്റായില്ല. തോരനും കറിയെല്ലാം ആയായിരുന്നു, പിന്നെ മീനും കൂടെ വറുത്താൽ മതിയായിരുന്നു. പിന്നെ അതെല്ലാം കൂടെ വറുത്ത് എടുത്ത് സെറ്റാക്കി നമ്മൾ പെട്ടെന്ന് പൊതിയൊക്കെ കെട്ടി. അന്നേരപ്പത്തേന് ഇങ്ങനെ ഓരോരോ പരിപാടികളുണ്ട് കേട്ടോ. നമുക്ക് എന്നാ ഒരു പരിപാടി തന്നെയല്ലല്ലോ, നമ്മളെല്ലാ കാര്യത്തിലും ഇങ്ങനെ മാനേജ് ചെയ്യണം. ഇതിട്ടിട്ട് എങ്ങോട്ടെല്ലാം ഒന്ന് ഓടുമ്പോഴത്തേന് തിരിച്ചു വരുമ്പോഴത്തേന് ഇത് കരിഞ്ഞു പോവും. പിന്നെ കരിയാത്ത വശമൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ തന്നെ എല്ലാം ഡീൽ ചെയ്യുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരിങ്ങനെ 100 പേരിങ്ങനെ കഥയും പറഞ്ഞുകൊണ്ട് വരും, അത് കേൾക്കാൻ പോകണം. എല്ലാം കൂടെ ആയപ്പോഴത്തേനും മൊത്തത്തിലൊരു എന്നാ കോമഡിയും ട്രാജഡിയും എല്ലാം കൂടെ ചേരും, എല്ലാം കൂടെ വരും. പിന്നെ എന്താ പറയുന്നത്, പെട്ടെന്ന് പിന്നെ പൊതിയെല്ലാം കെട്ടി ഉച്ചക്കത്തേൻ്റെ അത് 3-4 പേർക്കുള്ള പൊതി കെട്ടണം. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് കൊടുത്തു വിട്ട് ടാറ്റാ ബൈ ബൈ, സീ യു.